വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഈ പുലാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് 3/4 കിലോഗ്രാം ചിക്കനാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത ഈ ചിക്കൻ ഞാനൊരു പാത്രത്തിലിട്ടിരിക്കുകയാണ്. ഇനി ഈ ചിക്കനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകം അതായത് പെരുംജീരകം കൂടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക്, 2 ഏലക്കായ്, 1 തക്കോലം ചേർക്കാം. 2-3 ചെറിയ കഷ്ണം പട്ട ചേർക്കാം. 2-3 ബേ ലീവ്സ് ചേർക്കാം. 3 ഗ്രാമ്പൂ. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ചെറിയ സവാളയുടെ പകുതി, വലുതാണെങ്കിൽ ഒരു 1/4 ഭാഗം ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി അരിഞ്ഞത്, ഏകദേശം 1 ടീസ്പൂണിലധികം ഇഞ്ചി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതിൻ്റെ തീ ഓൺ ചെയ്തിട്ട് വേവിക്കാൻ വെക്കാം. ഇതിൻ്റെ തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളക്കാൻ തുടങ്ങുമ്പോൾ തീയൊന്ന് കുറച്ച് കൊടുക്കണം. പിന്നീട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് വേവുന്നത് വരെ നന്നായിട്ട് വേവിക്കുക. ഇതിപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചേർത്തിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ചിക്കൻ മുഴുവൻ ഞാൻ മറ്റൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം അരിച്ചെടുക്കണം. ഈ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ചോറ് വേവിക്കാൻ ആവശ്യമുണ്ട്. നമുക്ക് ചിക്കൻ സ്റ്റോക്ക് അരിച്ചെടുക്കാം. ഇതിലുള്ള മറ്റു വേസ്റ്റെല്ലാം നമുക്ക് കളയാം. ഈ അരിച്ചെടുത്ത സ്റ്റോക്ക് നമുക്ക് മാറ്റി വെക്കാം. ചോറുണ്ടാക്കുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. ഞാനൊരു പാത്രത്തിൽ 3 കപ്പ് സെല്ല റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ വേവിക്കുന്നതിന് മുന്നേ തന്നെ ഈ റൈസ് കുതിരാൻ വെക്കണം. ചിക്കൻ വെന്ത് കഴിയുമ്പോഴേക്കും റൈസ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാകും. ഏകദേശം അരമണിക്കൂർ എടുക്കും ഈ അരി നന്നായിട്ട് കുതിർന്ന് വരാൻ. ഈ കപ്പിൻ്റെ അളവിൽ 3 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സെല്ല റൈസ് അല്ലെങ്കിൽ ബാസ്മതി റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വരെ ഓയിലും കൂടി ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞത്, അതായത് ഒരു വലിയ ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിന് പകരം മുഴുവനായിട്ട് ഗീ തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഉള്ളി നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്നുകൂടി വഴറ്റുക. ഇനി നമ്മൾ നേരത്തെ മാറ്റിവെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ചിക്കൻ ചേർത്ത് കഴിയുമ്പോൾ ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടിവെച്ച് നല്ല ഫ്ലെയിമിൽ നന്നായിട്ട് ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കുക. മൂന്ന് 4 മിനിറ്റ് ചിക്കൻ നന്നായിട്ട് ഇതുപോലെ വഴറ്റിയതിന് ശേഷം 2 വലിയ പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചെറിയ പച്ചമുളകാണെങ്കിൽ 3-4 എണ്ണം യൂസ് ചെയ്യാം. വലുതായതുകൊണ്ട് ഞാൻ 2 എണ്ണം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കാം. പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാം. ഇതിപ്പോൾ നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് ഞാൻ 1/2 കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. തൈരും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് 3-4 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ചിക്കൻ സ്റ്റോക്ക് ചേർക്കാം.
അരി വേവിക്കാൻ ആവശ്യമായ അത്രയും വെള്ളമാണ് ചേർക്കേണ്ടത്. ചിക്കൻ സ്റ്റോക്കും ചേർത്ത് ബാക്കിയുള്ള സാധാരണ വെള്ളവും കൂടി ചേർത്തിട്ട് വേണം അരി വേവിക്കാൻ. ചിക്കൻ സ്റ്റോക്ക് ഇതിപ്പോൾ 2 കപ്പ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് സാധാരണ വെള്ളം ചേർക്കണം. 3 കപ്പ് റൈസ് ആയതുകൊണ്ട് 4.5 കപ്പ് വെള്ളമാണ് ആവശ്യം. 2 കപ്പ് ചിക്കൻ സ്റ്റോക്കും 2.5 കപ്പ് സാധാരണ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. മൊത്തം 4.5 കപ്പ്. ഇനി ഇതിലേക്ക് ചോറ് വേവിക്കാൻ ആവശ്യമായ അത്രയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിവിടെ അടച്ചു വെക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി കുതിർത്ത് വെച്ച റൈസ് ഇതിലേക്ക് ചേർക്കണം. ഇതിപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച റൈസ് ചേർക്കാം. റൈസിലുള്ള വെള്ളം മുഴുവനായിട്ട് കളയണം. എന്നിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഒട്ടും വെള്ളം ഉണ്ടാവരുത്. റൈസ് ചേർത്ത് ഇതിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെക്കാം. ഒരു 4 മിനിറ്റ് വരെ നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 8-9 മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്ക് ഈ പുലാവ് വേവിച്ചെടുക്കാം. ഒരു 4 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ തീ നന്നായിട്ടൊന്ന് കുറച്ച് കൊടുത്ത് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം 8-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചോറ് നന്നായി വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പുലാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടാവുന്ന ഒരു പുലാവാണിത്. കാരണം ഇതിൽ കൂടുതൽ ഉള്ളി, തക്കാളി, മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ വളരെ ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്